ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു സാധനം പറിക്കാൻ പോവാണ് കേട്ടോ. നമ്മളെപ്പോഴും എരിവുള്ളതും മധുരമുള്ളതും ഒക്കെ ഉണ്ടാക്കാറില്ലേ. ഇന്ന് ചൊറിയുന്നൊരു സാധനം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കിച്ചണിലിരിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ അയൽപക്കത്തെ ഉമ്മുത്താത്ത എന്നോട് വിളിച്ചു പറഞ്ഞു, നിനക്കിത് ചൊറിയണയിലെ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ വാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മുത്താത്താൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ വീഡിയോയിൽ ഉമ്മുത്താത്താനെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഉമ്മുത്താത്താൻ്റെ തൊടിയിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. ചൊറിയണയില പറിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് ആ പറയപ്പെട്ട ചെടി. നിങ്ങളൊക്കെ എന്താണ് ഇതിന് പറയാറ്? ഇവിടെ പല പേരും പറയാറുണ്ടോ. ചൊറിയനല എന്ന് പറയും, പിന്നെ അതുപോലെ തൂവ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണത് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് പറിക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ചൊറിയും, കൈ തട്ടിയാൽ നല്ല ചൊറിച്ചിലുണ്ടാവും. എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാമല്ലോ അല്ലേ. അപ്പോൾ പടച്ചോനെ വിളിച്ച് പറിക്കാൻ തുടങ്ങി. ഉമ്മുത്താത്ത അപ്പുറത്ത് പറി തുടങ്ങി കേട്ടോ. ഓരോന്നും പറിച്ചെടുക്കുകയാണ്. ഇപ്പോഴാണ് ഓർത്തത് കത്രിക എടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരുന്നു. ഇനി പോട്ടെ, ഇനി കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം. ചൊറിച്ചു തുടങ്ങി മക്കളെ, ചൊറിയാൻ തുടങ്ങി. കൈ തട്ടിയിടത്തെല്ലാം ചൊറിയുന്നുണ്ട്. അങ്ങനെ ഞാനും ഉമ്മുത്താത്തയും കൂടെ ചേർന്ന് കുറച്ച് ചൊറിയനിലയൊക്കെ പറിച്ചെടുത്ത് ഇനി അത് ഇലകൾ ഓരോന്ന് പറിച്ചെടുക്കണം. സ്നേഹനിധിയായ ഉമ്മുത്താത്തനോട് പറഞ്ഞു, അത് നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഇത് പ്രഗ്നൻ്റ് ആയതിൻ്റെ ഒരു പരിഗണനയാണ് കേട്ടോ. നീ കൈ ആകെ ചൊറിയിക്കണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മുത്താത്ത ഡ്യൂട്ടി ആരംഭിച്ചു. ഓരോ ഇലയും പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ കുശലം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഉമ്മുത്താത്ത ഇല പറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മുത്താത്ത എനിക്ക് കുറച്ച് കൂന്തൽ റോസ്റ്റ് ചെയ്തത് തന്നു കേട്ടോ. എന്നിട്ട് എന്നോട് അത് അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അതും കഴിച്ച് വീഡിയോ എടുത്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഉമ്മുത്താത്ത അതൊക്കെ പെട്ടെന്ന് തന്നെ പണി കഴിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അത് നല്ലപോലെ വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ഇലയും എടുത്ത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലയെല്ലാം നല്ല വൃത്തിയിൽ കഴുകിയെടുത്തു. ഉമ്മുത്താത്ത കൈയൊക്കെ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് താളിക്കൽ പരിപാടിയാണ്. ആദ്യം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളക് നന്നായി മൂത്ത് വരട്ടെ. അങ്ങനെ ഉള്ളിയും പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇല ഇട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ചട്ടി പോരാ ഇത് വെക്കാനും. സാധാരണ ഉമ്മുത്താത്ത താളിക്കാറ് ഇതിലാണ്, അത് കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മതി, ആ ഒരു ഓർമ്മയിലാണ് ഈ ചട്ടി വെച്ചത്. അപ്പോൾ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തു ഞങ്ങൾ. ഇനി ഇത് ആ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ. ഇനി കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലവർക്ക് നല്ലപോലെ കഞ്ഞിവെള്ളം ഒഴിക്കേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതി. മുത്താത്ത സാധാരണ കുറച്ചേ ഒഴിക്കാറുള്ളൂ, അതാണ് കുറച്ച് ഒഴിച്ചത് കേട്ടോ. ഇനി അത് എല്ലാം കൂടെ അതിൽ കിടന്നങ്ങ് വേവണം. അങ്ങനെ ചൊറിയനല അതിൽ കിടന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ചൊറിച്ചിലൊക്കെ അങ്ങോട്ട് മാറട്ടെ. അങ്ങനെ തിളച്ച് ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചൊറിയനല കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.